ആഗോള ഭീമന്മാരായിട്ടുള്ള മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, അതുപോലെ തന്നെ ഇത് സമന്മാരായിട്ടുള്ള പലരും നമ്മൾ കണ്ടിട്ടുള്ളത് വലിയ ഭീമന്മാരാണ്. അവരെല്ലാ തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾക്കും അതീതരാണ്, സുരക്ഷിതമാണ് എന്നൊക്കെയാണ്. ഇപ്പോൾ ലോകം തന്നെ പ്രവർത്തിക്കുന്നത് ഇത്തരം ഡിജിറ്റൽ മാനേജ്മെന്റിന്റെ കീഴിലാണ്. ഉദാഹരണത്തിന് ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് അവിടെ ഏതോ സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടാണ്. അത് അവര് പറയുന്നില്ല. അവരുടെ സൈബർ എഞ്ചിനീയർമാർ, ഡിജിറ്റൽ എഞ്ചിനീയർമാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നേ പറയുന്നുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയുന്നില്ല. പക്ഷേ അതിന്റെ ഡിജിറ്റൽ സർവീസ് തകരാറിലായപ്പോഴത്തേക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെ അവതാളത്തിലായിരിക്കുകയാണ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവതാളത്തിലായതിന്റെ ഫലമായിട്ട് അവിടുത്തെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളും ഷെയറുകളും എല്ലാം തന്നെ ഷെയർ വാല്യൂ പോലും അറിയാതെ ലോകം നോക്കുകുത്തികളായിട്ടിരിക്കുകയാണ്. അതുപോലും അറിയാൻ സംവിധാനമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ കുഴപ്പമില്ല, പക്ഷെ മുംബൈയിൽ നിന്നുള്ള 192 ഇൻഡിഗോ സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. അങ്ങനെ ലോകം മുഴുവൻ നിശ്ചലമായിരിക്കുക. പണ്ട് കുഞ്ഞൻ തമ്പിയാർ പറഞ്ഞതുപോലെ കാറ്റിന്റെ പ്രവാഹം നിലച്ചപ്പോ, കാറ്റ് നിശ്ചലമായപ്പോ ആ സമയത്ത് ഈ ചെണ്ട കൊട്ടി നിന്നവരും അങ്ങനെയുള്ളവരും എല്ലാം മരപ്പാവകളെ പോലെ നിന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ പോലെയും, അതുപോലെ തന്നെ ഈ കാലനില്ലാത്ത കാലത്തെ പറ്റി പറയുന്നത് പോലെ 500 വയസ്സുള്ള ഒരു അപ്പൂപ്പനിരിക്കുന്നു, അപ്പൂപ്പൻ അയാൾക്കുണ്ട് എന്ന് പറയുന്നത് പോലെ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന്റെ എവിടെങ്കിലും ഒരു മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവിടെ കുഴപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ നിശ്ചലമാവും. ഒരവസ്ഥയിലേക്ക്, ആ ഡിജിറ്റൽ അടിമത്വത്തിലേക്ക് ലോകം വന്നിരിക്കുന്നതിന്റെ ഫലമാണ്. മുംബൈയിലെ ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനുള്ള, UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനുള്ള പല വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുന്നു. ഇതിന്റെയൊക്കെ ഫലമെന്ന് പറയുന്നത് എന്നിത് ശരിയാവുമെന്ന് നമുക്കൊരു ഐഡിയയും ഇല്ല. അവര് സൂചനയും നൽകുന്നില്ല, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതിലേക്ക് കടന്നു കയറാനും ഇത് തകരാറിലാക്കാനും എപ്പോ വേണമെങ്കിലും സാധിക്കും. അവർക്കത് കണ്ടുപിടിക്കാനോ മുൻകൂട്ടി കാണാനോ ഒരു സൈബർ ഇന്റലിജൻസും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിലേതെങ്കിലും ഇനിയിപ്പോ അതുപോലെ തന്നെ ആൻഡ്രോയിഡ്, അതിനും ഇങ്ങനെ സംഭവിക്കാമല്ലോ. അതൊരു വളരെ കേന്ദ്രീകൃതമാണല്ലോ അതിന്റെ ഡിജിറ്റൽ സർവീസുകൾ. അവിടെ എല്ലാം ഇത് ഇങ്ങനെ സംഭവിക്കുക. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ലോകം നിശ്ചലമായി പോകും. കാരണം ഇപ്പോ വൈദ്യുതി ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഒരു നിമിഷം പോലും ഈ ഡിജിറ്റൽ സർവീസ് ഇല്ലെങ്കിൽ നമ്മുടെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നില്ല. പല ബാങ്കുകളും പ്രവർത്തനരഹിതമായിരിക്കുക. അതിന്റെയൊക്കെ ഫലമായിട്ട് പണം നമുക്ക് എടുക്കാൻ പറ്റാതെ വരും. ATM-ൽ പോയാലും പണം എടുക്കാൻ പറ്റാതെ വരും. കംപ്ലീറ്റ് നിശ്ചലമാവുക, കണക്കുകളെല്ലാം തെറ്റിപ്പോവുക. അപ്പൊ ഈ ഡിജിറ്റൽ സർവീസിനെ ആധാരമാക്കിയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ആ ഡിജിറ്റൽ സർവീസ് എന്ന് പറയുന്ന ഒരു വൈദ്യുതി പ്രവാഹം പോലെ വന്നില്ലെങ്കിൽ ഒരൊറ്റ ബൾബ് പോലും കത്തുകയില്ല, ഒരു ഫാൻ പോലും കറങ്ങുകയില്ല, ഒരു AC പോലും പ്രവർത്തിക്കുകയില്ല എന്ന് പറയുന്ന പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, വിമാനത്താവളങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിങ് സർവീസുകൾ. അപ്പൊ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖല മുഴുവൻ നിശ്ചലമാകുക. അതിന്റെ ഫലം ദൂരവ്യാപകമായിരിക്കും. ഈ സാമ്പത്തിക വളർച്ചയൊക്കെ അവിടെ നിൽക്കും. ഇപ്പോ സാമ്പത്തിക വളർച്ചയുടെ നിരക്ക് ആഗോളതലത്തിൽ വളരെ കുറവാണ്. 2, 3 ഒക്കെയാണ് ഒരു ശരാശരി നിലവാരം. അത് വീണ്ടും താഴോട്ട് പോകും. അത് ആഗോള മാന്ദ്യത്തിലേക്ക് തന്നെ നയിക്കാവുന്ന തരത്തിലാണ് ഒരു മൈക്രോസോഫ്റ്റ് ഒന്ന് അവിടെ ഒരു കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അവതാളം ഉണ്ടാവുന്നത്. ആ തരത്തിലായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ആരും കാര്യമായിട്ടൊന്നും ഇങ്ങനൊരു ഭീഷണിയെക്കുറിച്ച് നമ്മുടെ ബുദ്ധിജീവികളോ നമ്മുടെ സൈബർ വിസ്കിഡുകളോ ആരും തന്നെ പറഞ്ഞിട്ടില്ല. സൈബർ ബുദ്ധിജീവികളുണ്ടല്ലോ ഇപ്പൊ, അവര് പോലും പ്രവചിച്ചിട്ടില്ല. അത് ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഒരു വലിയ ഹൃദയസ്തംഭനം വരുന്നത് പോലെ മൈക്രോസോഫ്റ്റ് ഇപ്പോ സ്തംഭിച്ചിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് വിമാനങ്ങൾ, ബാങ്കിങ് മേഖല, സ്റ്റോക്ക് മാർക്കറ്റുകൾ. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലും ഇപ്പൊ നിശ്ചലമായിരിക്കുക. അപ്പൊ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിശ്ചലമായ കേരളത്തിൽ നിന്നുള്ള മസാല ബോണ്ടുകൾ അവിടെ ഇഷ്യൂ ആണ്. അതിനെ ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് അത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവരെ ബാധിക്കും. അപ്പൊ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. വിമാന സർവീസുകൾ നിർത്തുന്നത്, അത്യാവശ്യമായിട്ട് പോകാനും വരാനും ഉള്ളവർക്ക് പോകാനും പറ്റാതാവും. ഇത് എത്ര നാളത്തേക്കാണ്? ഒരു പിടിയുമില്ല. എന്നിത് അവസാനിക്കും? ഒരു പിടിയുമില്ല. എഞ്ചിനീയർമാർ നോക്കുന്നു എന്ന് മാത്രമാണ് മൈക്രോസോഫ്റ്റ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? അതിന് ഉത്തരവില്ല.
ഇപ്പൊ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇവിടെ കാരണവും തരത്തിൽ പറഞ്ഞാൽ ഒരുതരം സൈബർ ടെററിസം ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു സൈബർ ടെററിസ്റ്റ് അറ്റാക്ക് ആണോ, പുതിയ തരത്തിലുള്ള പുതിയ ഒരു പന്ഥാവ് കണ്ടെത്തിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പണ്ട് അങ്ങനെയായിരുന്നല്ലോ. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് വിമാനങ്ങൾ പറത്തിക്കൊണ്ട് അത് ഇടിച്ചു തകർത്തുകൊണ്ട് 2000-ലധികം പേരുടെ കൊലപാതകത്തിൽ കലാശിച്ച ഒരു ഭീകരാക്രമണം. അതുപോലെ സൈബർ ലോകത്തുള്ള ഒരു ഭീകരാക്രമണമാണോ, അത്ര തന്ത്രപരമായിട്ടും ബുദ്ധിപരമായിട്ടും ഈ ഭീകരർ പ്രവർത്തിച്ചതാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുന്നില്ല. അത് തീർച്ചയായിട്ടും ലോകത്തെ തന്നെ നിശ്ചലമാക്കാൻ പര്യാപ്തമാണ്. ഒരു മൈക്രോസോഫ്റ്റ്, അതിന്റെ നിശ്ചലാവസ്ഥ, അവിടെ ഉണ്ടായിരിക്കുന്ന തകരാറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ ലോകത്തെ ഇത്രമാത്രം ആശ്രയിക്കുന്നത് എത്രമാത്രം ബുദ്ധിപരമാണ്. ഇനിയിപ്പോ അതിന്റെ അടുത്ത സ്റ്റേജിലുള്ള AI-യിലേക്ക് പോവാണ്. അപ്പൊ AI-ക്കും ഇത് സംഭവിക്കാം. പോയി കഴിഞ്ഞാൽ ലോകത്തിന്റെ സ്ഥിതി എന്തായിത്തീരും? അത് ഈ ഡിജിറ്റൽ സർവീസിന്, ഡിജിറ്റൽ സേവനത്തിന് നമ്മൾ അടിമകളായിരിക്കുക. അപ്പൊ പിന്നീട് AI-ക്ക് നമ്മൾ അടിമകളായിത്തീരും. അപ്പൊ ഇതിന്റെയൊക്കെ അടിമകളായി നമ്മൾ തീരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നേക്കുന്ന അടി എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കാൻ ഇടയുണ്ടെന്നുള്ളതിന്റെ ഒരു പാഠവും സൂചനയും സന്ദേശവുമാണ് ഇത് നൽകുന്നതെന്ന് ഒരു തരത്തിലൊരു ഡിജിറ്റൽ ബുദ്ധിജീവി അല്ലാത്ത ഒരു സാധാരണക്കാരനായ ഞാൻ കരുതുന്നു.